ഒരു കൊട്ടാരം പോലത്തെ ഒരു വലിയ വീടിന്റെ ഹൗസ് വാമിംഗ് ഫംഗ്ഷൻ ആണ് ഇത്. കംപ്ലീറ്റ് വെറൈറ്റി പരിപാടികളൊക്കെ ഇടാം. ഇതാ വെൽക്കം ഡ്രിങ്ക് സെർവ് ചെയ്യുന്നുണ്ട് നിങ്ങൾ. ഒരു പെണ്ണുങ്ങൾ ഇങ്ങനത്തെ ഒരു റിങ് പോലത്തെ സാധനത്തിന്റെ ഉള്ളിൽ ഇറങ്ങി നിന്നിട്ട് ഇങ്ങനെ നടന്നുകൊണ്ടാണ് ജ്യൂസ് എല്ലാം കൊടുക്കുന്നത്. പിന്നെ പുകയിൽ ഇങ്ങനെ ചീട്ടുന്ന ന്യൂ പാലസ് എക്സ്പ്രസ് എന്ന് പറഞ്ഞ ഒരു വലിയ ട്രെയിൻ ഉണ്ട് ഇടാം. അതിന്റെ ഏകദേശം സൈഡിലായിട്ടൊരു മണി ഉണ്ട്. ആ മണി ഇങ്ങനെ കുലുക്കുമ്പോൾ ഒരു റൗണ്ടിന്റെ അകത്തുനിന്ന് ജ്യൂസ് ആയിട്ട് ഒരു കൈ ഇങ്ങ് പുറത്തേക്ക് വരും. അങ്ങനെ കുറെ വ്യത്യസ്തമായിട്ടുള്ള കുറച്ച് കാഴ്ചകളെല്ലാം ആണ് ഇടാം. ഇപ്പുറത്തെ സൈഡിൽ ബുഫേ കൗണ്ടറിൽ ഏകദേശം റെഡി ആയിട്ടുണ്ട് കേട്ടോ. അതിൻ്റെ സൈഡിൽ തന്നെ ഒരു ക്ലാസിക് സ്റ്റൈലിലുള്ള സാലഡ് കൗണ്ടറും ഉണ്ട്. തിന്നാൻ തുടങ്ങിയാലോ എന്നാൽ പിന്നെ ഇപ്പം തന്നെ കൈയോടെ ആൾക്കാരെല്ലാം ഇടുന്ന് കഴിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. ഇത് സാധനം തീർന്നു മാറ്റം ചെയ്യാം. തീർന്നു പോകില്ല എന്ന് ഉറപ്പുണ്ടെങ്കിൽ എപ്പോൾ ഒരു ബേജാറാണ്. അപ്പോൾ എന്തെല്ലാം ഉള്ളതെന്ന് വെയ്യൊന്ന് കാണിച്ചു തരാം. നല്ല ചൂട് ബീഫ് കറി ഉണ്ട്, നേരത്തെ കണ്ട നെയ്പ്പത്തലുണ്ട്, പൊറോട്ടയുണ്ട്, വെള്ളയപ്പുണ്ട്. ഇത് ചിക്കൻ കറിയാണ്. ഇതാണ് ഇവർ ഏറ്റവും സിഗ്നേച്ചർ ആയിട്ടുള്ളൊരു ഗ്രേവി ഐറ്റം. കൂന്തലും ചെമ്മീനും അയക്കൂറയിലിട്ടിട്ടാക്കുന്ന സ്പെഷ്യൽ സീ ഫുഡ് കോക്ടെയിൽ ബ്ലെൻഡ് എന്നാണ് ഇതിൻ്റെ പേര്. പിന്നെ മണ്ണടിക്കുമ്പോൾ അങ്ങോട്ട് അടിമപ്പെട്ടു പോകുന്ന മട്ടൺ ദം ബിരിയാണി ഉണ്ട്, സ്പെഷ്യൽ ലഗോൺ ചിക്കൻ ദം ബിരിയാണി ഉണ്ട്, ഫ്രൈഡ് റൈസ് ഉണ്ട്, ചിക്കൻ ഫ്രൈ ഉണ്ട്. അങ്ങനെ ഐറ്റംസ് ഇഷ്ടം പോലെ ഉണ്ട്. പിന്നെ ഡിസേർട്ട് സെക്ഷനിൽ ഇവരെ തന്നെ ഒരു മാസ്റ്റർ പീസ് ആയിട്ടുണ്ട്. അതാണ് ഈ ഹൈദരാബാദ് ഫിർണി. വീട് കണ്ടിട്ട് ഭക്ഷണം കഴിക്കണോ അല്ലെങ്കിൽ ഭക്ഷണം കഴിച്ചതിന് ശേഷം വീട് കാണണോ? നെയ്യാ ഇല്ല, ഒരു കാര്യം ചെയ്യാം. ഭക്ഷണം കഴിച്ചിട്ട് പോയിട്ട് വീട് കാണാമല്ലേ, എന്നിട്ട് പിന്നെയും വന്നിട്ട് ഭക്ഷണം കഴിക്കാം. അതല്ലേ നല്ലേ, അല്ലേ? അപ്പം അങ്ങനെ കൈ കഴുകിയിട്ട് ഞാൻ നേരെ പോയത് ഫുഡ് കൗണ്ടറിലോട്ടാണ്. ആദ്യം തന്നെ ഒരു പ്ലേറ്റിൽ ലേശം വളരെ കുറച്ച് മട്ടൺ ബിരിയാണി, ഒരു 2 പീസ് ചിക്കൻ ഫ്രൈയും എടുത്തിട്ട് ഒരു സൈഡിൽ അവിടെ പോയിരുന്നിട്ട് പതുക്കെ ഞാൻ കഴിക്കാൻ തുടങ്ങി. എന്നിട്ട് പതുക്കെ ഈ ബിരിയാണി റൈസ് മാത്രം കഴിച്ചിട്ട് ആരംഭിക്കാൻ പോകുമ്പോൾ അതിൻ്റെ നടുവിലൊരു ചെറിയ മട്ടൻ്റെ കഷ്ണം അതിനെ എടുത്തിട്ട് നൈസായിട്ട് അങ്ങോട്ട് സൈഡിലേക്ക് മാറ്റി വെച്ചിട്ട് ബിരിയാണി റൈസ് മാത്രം കഴിച്ചിട്ട് കഴിച്ച് തുടങ്ങിയേ. അതിന് ശേഷം ദാ ഈ അലുവ കഷ്ണം പോലത്തെ മട്ടണിന് ചെറിയൊരു കഷ്ണം ഇങ്ങോട്ട് എടുത്തിട്ട് അത് ഈ ബിരിയാണി റൈസിലോട്ട് അങ്ങോട്ട് ലയിപ്പിച്ച് ചേർത്തിട്ട് ലേശം മസാലയും കൂടെ ചേർത്ത് കുഴച്ചിട്ട് വാരി എടുത്തിട്ട് കണ്ണ് പൂട്ടിയിട്ട് കഴിച്ച് നോക്കിയേ. ഉഫ്, എൻ്റെ അമ്മോ, എന്തെന്നാടാ ടേസ്റ്റ് എന്നറിയും മട്ടൻ ബിരിയാണി. ഒരു രക്ഷയില്ല കേട്ടാ. എൻ്റെ ഒരു ഓർമ്മ വെച്ചിട്ട് പറയുകയാണെങ്കിൽ ഒരു ഒരു വെഡ്ഡിങ് റിസപ്ഷൻ അല്ലെങ്കിൽ കല്യാണത്തിന് അല്ലെങ്കിൽ ഒരു പുരയിക്കൂടലിന് ഞാൻ കഴിച്ചതിൽ, ഈ അടുത്ത കാലത്ത് കഴിച്ചതിൽ വെച്ചിട്ട് ഏറ്റവും അടിപൊളിയായിട്ടുള്ളൊരു മട്ടൻ ബിരിയാണി ആയിരുന്നത്. ആ മട്ടൻ്റെ ഒരു നെയ്യിൻ്റെ ഫ്ലേവറിലുണ്ടല്ലോ, അതെല്ലാം ശരിക്കും ഒരു വരി മണിയിലും എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ടേനു കേട്ടോ. അത്രയും അടിപൊളി മട്ടൻ ബിരിയാണി ആയിരുന്നത്. പിന്നെ ചിക്കൻ ഫ്രൈയും നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. പക്ഷേ ചിക്കൻ ഫ്രൈ അത്രയൊരു ചൂടുണ്ടായില്ല കേട്ടോ. ചിക്കൻ ഫ്രൈയിൽ മസാലയിൽ ശരിക്കും പിടിക്കുകയെല്ലാം ചെയ്തിരുന്നു, പക്ഷേ ചൂട് മാത്രമായിരുന്നു ചെറിയൊരു ഇഷ്യൂ. പിന്നെ ഈ മട്ടൺ ഒന്നും പറയാനില്ല, വീണ്ടും പറയുന്നു, കലക്കീനി. ന്യൂ പാലസ് കേറ്ററിംഗ് ആണ് ഇവിടുത്തെ ഫുഡിൻ്റെ കാര്യങ്ങളും പിന്നെ ഡെക്കോറിൻ്റെ കാര്യങ്ങളും എല്ലാം ആകെ മൊത്തത്തിൽ സെറ്റാക്കിയിട്ടുള്ളത്. ബാ, ഇനി വീട് കാണിച്ചു തരാം. ഇത് ശരിക്കും ഒരു വീട് എന്ന് പറയാൻ പാടില്ല, ഇറ്റ് ഈസ് ലിറ്ററലി എ പാലസ്. ഇതാ ഈ മൂപ്പരാണ് ഈ വീടിൻ്റെ ഓണർ കേട്ടോ, യുനെസ്കോ. ഈ വീടിൻ്റെ ഹോളാണിത്, അഥവാ ലിവിങ് റൂം അഥവാ നടുമുറി എന്നെല്ലാം പറയും. എന്ത് ബ്യൂട്ടിഫുൾ ആയിട്ടാണ് ഇതിൻ്റെ ഇൻറ്റീരിയർ ചെയ്തിട്ടുള്ളത് നിങ്ങൾ നോക്കിയാട്ടെ. സിമ്പിളാണ്, ബട്ട് ക്ലാസ് ആട്ടാ, ക്ലാസിക്. പിന്നെ അതിനോട് ചേർന്നിട്ട് തന്നെ ഒരു ഡൈനിങ് ഏരിയ ഉണ്ട്. 10 സീറ്റർ ചെയർ ഇട്ടിട്ടുള്ള ഒരു വലിയ ഡൈനിങ് ഏരിയ. ഈ ഒരു ഏരിയയും ലിവിങ് റൂം എന്ന് തന്നെ പറയാൻ പറ്റും തന്നെയാണ് തോന്നുന്നത് കേട്ടോ. ഇത് നമ്മളെ ആ ലിവിങ് റൂമില്ലേ, ആ ഹാള്, അതിനോട് ചേർന്നിട്ട് തന്നെ സോഫയിൽ ഇട്ടിട്ടുള്ള ഒരു സിറ്റിംഗ് ഏരിയ. ഇനി ഫസ്റ്റ് ഫ്ലോറിലേക്ക് പോയിട്ട് വരാമല്ലോ. നല്ല ഇറ്റാലിയൻ മാർബിളെല്ലാം ലേ ചെയ്ത ഫ്ലോറാണ്. അതിങ്ങനെ സ്റ്റെയർ കയറി നടുക്കെത്തുമ്പോൾ അവിടെ ഒരു അടിപൊളി ഗ്ലാസ്സിൻ്റെ സെറ്റപ്പിലുണ്ട്. അവിടുന്ന് ലെഫ്റ്റിലേക്ക് കയറിയാലും ഫസ്റ്റ് എത്തും, റൈറ്റിലേക്ക് കയറിയാലും എത്തും. ആ സ്റ്റെയറിൻ്റെ ഏകദേശം നടുവിലായിട്ട് ഒരു വലിയൊരു മാമത്ത് പോലെ തോന്നിപ്പിക്കുന്ന ഒരു അടിപൊളി ഷാൻലിയർ ഇങ്ങനെ തൂക്കിയിട്ടിട്ടുണ്ടായിരുന്നു. അത് സീലിങ്ങിൻ്റെ അങ്ങ് ടോപ്പിൽ നിന്ന് ഇതങ്ങ് താഴെ വരെ ഇങ്ങനെ ഹാങ് ചെയ്തിട്ട് കാണാൻ ഒരു രക്ഷയുണ്ടായില്ല കേട്ടോ. അതിമനോഹരം തന്നെയായിരുന്നു. പിന്നെ സീലിങ്ങിനെല്ലാം എന്തെല്ലോ വർക്കെല്ലാം കൊടുത്തിട്ട് എന്തൊരു രസമാണെന്നറിയാം. ഡീറ്റെയിൽഡ് ആയിട്ടുള്ള വർക്കാണ്. ഞാൻ ഒരുപാട് വീടിൻ്റെ ഇൻറ്റീരിയേഴ്സെല്ലാം കണ്ടിട്ടുണ്ടെങ്കിലും ഇതിനെന്തോ ഒരു സ്പെഷ്യാലിറ്റി ഉള്ള പോലെ എനിക്ക് തോന്നിയിട്ടുണ്ട്. ഒരു ഭയങ്കര സിമ്പിളായിരുന്നു. ഒരു തരത്തിലും മടുപ്പിക്കാത്തൊരു ഡിസൈനും കളർ കോമ്പിനേഷനും പിന്നെ മൊത്തത്തിലുള്ള ഒരു ആകൃതിയിലായിട്ടുള്ള നല്ല സ്പേഷ്യസ് ആയിട്ടായിരുന്നു എല്ലാ റൂമും സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത്. മേലെ 3 ബെഡ്റൂമും താഴെ 3 ബെഡ്റൂമും മേലെ 2 ബെഡ്റൂമാണ് ഉള്ളത്. ഇതാണ് മേലത്തെ രണ്ടാമത്തെ ബെഡ്റൂം. അങ്ങനെ പതുക്കെ താഴെ ഇറങ്ങി താഴത്തെ ബെഡ്റൂം എനിക്ക് കാണിക്കാൻ പറ്റിയില്ല, കാരണം അതിൽ കുറേ ലേഡീസൊക്കെ ഉണ്ടായിരുന്നു. ഇതാണ് കിച്ചൺ. ഒരു ചുമരിൻ്റെ ഇരുവശങ്ങളിലായിട്ട് ഇവിടെ 2 കിച്ചണുണ്ട്. ആ 2 കിച്ചണും നല്ല വിശാലമായിട്ടുള്ള രീതിയിൽ തന്നെയാണ് കേട്ടോ സജ്ജീകരിച്ചിട്ടെല്ലാം ഉള്ളത്. പിന്നെ വർക്ക് ഏരിയ എല്ലാം ഉണ്ട്. അങ്ങനെ ആകെ മൊത്തത്തിൽ പറയുകയാണെങ്കിൽ ഇരിക്കൂറിൽ നിലവിലുള്ള ഏറ്റവും വലിയൊരു വീടാണിത്. വീട് മുഴുവനായിട്ട് കണ്ടു കഴിയുമ്പോഴത്തേക്ക് തന്നെ ചെറുങ്ങനെ ക്ഷീണമായിട്ട് വിശക്കാനെല്ലാം തുടങ്ങി. ബാ, ഇനി പിന്നെയും തിന്നാൻ പോകാലോ. അങ്ങനെ പ്ലേറ്റുമായിട്ട് വീണ്ടും ഞാൻ രംഗത്തോട്ട് ഇറങ്ങിയിട്ടുണ്ട്. ഇപ്രാവശ്യം എടുത്തിട്ടുള്ളത് നെയ്പ്പത്തലുണ്ട്, പൊറോട്ടയുണ്ട്, വെള്ളയപ്പമുണ്ട്, ബീഫുണ്ട്,
മട്ടൺ സ്റ്റൂ ഉണ്ട്, പിന്നെ ആ സ്പെഷ്യൽ സീ ഫുഡ് കോക്ടെയിൽ ബ്ലെൻഡ് ഉണ്ട്, ചിക്കൻ കറി ഉണ്ട്, പിന്നെ ചിക്കൻ ഫ്രൈയും ഉണ്ട്. അറിയാണ്ട് എൻ്റെ കൈ വിരലുകൾ ആദ്യം തന്നെ നേരെ പോയത് ഈ ചിക്കൻ ഫ്രൈയിലോട്ടാണ്. അപ്പോൾ അത് ആദ്യം കഴിച്ച് നോക്കിയ ശേഷം പിന്നെ ആ സ്പെഷ്യൽ സീ ഫുഡ് കോക്ടെയിൽ ബ്ലെൻഡില്ലേ, അതിൽ നല്ലോണം കുതിർന്ന ആ പൊറോട്ടയും പിന്നെ അതിൻ്റെ അകത്ത് ഉണ്ടായിരുന്ന കൂന്തലും ചെമ്മീനും അയക്കൂറയും ഇതെല്ലാം കൂടെ ചേർത്തിട്ടാണ് ഞാൻ കഴിച്ചത്. അതൊരു വെറൈറ്റി ഗ്രേവി ഐറ്റം തന്നെയായിരുന്നു കേട്ടോ. സാധാരണ ബുഫേക്കൊന്നും അങ്ങനത്തെ ഒരു ഐറ്റം കാണലില്ല, വെഡ്ഡിങ് ബുഫേക്കൊന്നും. പിന്നെ ഈ മട്ടൺ സ്റ്റൂ ഒന്നും പറയാനില്ലടാ. ഇതിൻ്റെ ഒരു ടെക്സ്ചർ കാണുമ്പോൾ മനസ്സിലാവുന്നില്ല നിങ്ങൾക്ക് അതിൻ്റെ ഒരു ജ്യൂസിനെസ് എല്ലാം. ബാക്കിയുള്ള എല്ലാ ഐറ്റംസിനും ഒരു രക്ഷയില്ലാത്ത ടേസ്റ്റ് ആയി പോയതുകൊണ്ടാണോ എന്നൊന്നും അറിയില്ല. നെയ്പ്പത്തിൽ എനിക്കൊരു ആവറേജ് ആയിട്ട് തോന്നിയത്, കുറച്ചും കൂടെ ക്രിസ്പി എല്ലാം ആവേനു. പിന്നെ ഈ ചിക്കൻ കറി ഇതും നല്ല ടേസ്റ്റ് ആയിരുന്നു കേട്ടോ, അടിപൊളിയാണ്. പിന്നെ വെള്ളയപ്പവും അത്ര ഭയങ്കരമായിട്ട് തോന്നിയില്ല, അധികം ചൂടും ഉണ്ടായില്ല. പിന്നെ മറ്റേ പൊങ്ങി ലൈവായിട്ട് കിട്ടുന്ന വെള്ളയപ്പമില്ല, അങ്ങനത്തെ ഒരു ടേസ്റ്റ് ഉണ്ടായില്ല. അതിൻ്റെ ഒരു ക്രിസ്പി ടെക്സ്ചറൊന്നും ഉണ്ടായില്ല സൈഡിലൊന്നും. ബീഫെല്ലാം ഉഷാറേനു. അപ്പോൾ അങ്ങനെ വെള്ളയപ്പോ ബീഫും മട്ടൺ സ്റ്റൂവും ചിക്കൻ സ്റ്റൂ അല്ല ചിക്കൻ്റെ ആ കറിയും സീ ഫുഡ് കോക്ടെയിൽ ബ്ലെൻഡും എല്ലാം കഴിച്ചതിന് ശേഷം നെയ്പ്പത്തിലും നമ്മളെ ആ ചിക്കൻ ഫ്രൈ ഇല്ലേ, അത് രണ്ടും കൂടെ ചേർത്തിട്ടും പിടിച്ച്. ഈ മട്ടൺ സ്റ്റൂ കൂട്ടിയിട്ട് മതിയാവുന്നില്ല. ഇത് നക്കി തുടക്കുക ചെയ്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാലും കുറഞ്ഞു പോയുള്ളൂ. അപ്പോൾ അങ്ങനെ അതും കഴിച്ച് വളരെ ലൈറ്റായിട്ട് മാത്രമേ കഴിച്ചിട്ടുള്ളൂ കേട്ടോ. 2 റൗണ്ടേ ഞാൻ കഴിച്ചിട്ടുള്ളൂ. പിന്നെ അപ്പോഴത്തേക്ക് തന്നെ എല്ലാ ഐറ്റംസും ഞാൻ ട്രൈ ചെയ്തിരുന്നു ഓൾമോസ്റ്റ്. പിന്നെ വെജിറ്റേറിയൻ കൗണ്ടറായിരുന്നു, അങ്ങോട്ട് പിന്നെ കാര്യമായിട്ട് ഞാൻ പോയിട്ടൊന്നുമില്ല. അവസാനം കുനാഫ ജസ്റ്റ് ഒന്ന് ടേസ്റ്റ് നോക്കിയിന്. ഞാനിപ്പം കാര്യമായിട്ടുള്ളൊരു ചെറിയ ഷുഗർ ഡയറ്റിലാണ് ഉള്ളത്, അതുകൊണ്ട് കുനാഫ ജസ്റ്റ് ഒന്ന് ടേസ്റ്റ് നോക്കിയിന്. ഇത് ഇവിടുത്തെ ഹൈദരാബാദി ഫിർണിയ, ഇതും ഒന്ന് കഴിച്ച് നോക്കിന് കേട്ടോ. ഇത് നമ്മുടെ ഏകദേശം നമ്മളെ പ്രഥമനല്ലേ, അതിൻ്റെ എല്ലാം ഒരു ലൈറ്റ് ഫ്ലേവറുള്ള പോലെ എനിക്ക് തോന്നിയത്. ഞാൻ കഴിച്ച് കഴിയുമ്പോഴത്തേക്കും ഭയങ്കര തിരക്കായിനെ. ഏകദേശം 6000-നടുത്ത് ആളുകൾ പങ്കെടുത്തൊരു വലിയ ഹൗസ് വാമിംഗ് ഫംഗ്ഷൻ ആണ് ഇത്. പിന്നെ മട്ടൺ ബിരിയാണി കഴിക്കുന്ന തിരക്കിനിടയ്ക്ക് ചിക്കൻ ബിരിയാണി കഴിക്കാൻ മറന്നു പോയതുകൊണ്ട് ലാസ്റ്റ് ചിക്കൻ ബിരിയാണിയും കഴിച്ചിന്, പിന്നെ ഒരു ദോശയും കഴിച്ചിന് കേട്ടോ. അപ്പോൾ അതെല്ലാമായിരുന്നു ഞാൻ ഇവിടുന്ന് കഴിച്ചത്. പിന്നെ പെട്ടെന്ന് എനിക്ക് സീ ഫുഡ് കോക്ടെയിൽ ബ്ലെൻഡ് കഴിക്കാൻ പിന്നെ ഒരു പൂതി വന്നേരം ഞാൻ വീണ്ടും ഒരു പ്ലേറ്റും എടുത്ത് ഇറങ്ങിയിട്ട് അതൊന്നും കൂടെ കഴിച്ച്. അപ്പോൾ ഈ ഫംഗ്ഷൻ ഇവിടെ ഹോസ്റ്റ് ചെയ്തത്, അല്ലെങ്കിൽ ഈ ഫംഗ്ഷൻ്റെ ഇവൻറ്റ് മാനേജ്മെൻറ്റ് ടീം എന്ന് പറയുന്നത് ന്യൂ പാലസ് കേറ്ററിംഗ് ആണ്. അപ്പം ന്യൂ പാലസ് കേറ്ററിങ്ങിന് 1000 അഭിവാദ്യങ്ങൾ, അല്ല നന്ദി, എന്നെ ഇങ്ങനത്തെ ഒരു ഫംഗ്ഷൻ ഇൻവൈറ്റ് ചെയ്തല്ലേ. ഈ വീടിൻ്റെ തൊട്ട് സൈഡിലുള്ളത് യൂനസ് ഖാൻ്റെ ബ്രദറായ സിയാദ് ഖാൻ്റെ വീടാണ്. ആ വീട്ടിലൊരു വെഡ്ഡിങ് ഫംഗ്ഷന് മുമ്പ് ഞാൻ വന്നിട്ടുണ്ടായിരുന്നു, എന്നിട്ടൊരു വലിയ വീഡിയോയിലും പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ശരി.